പിണറായി വിജയന്റെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പരസ്യമായി കോർപ്പറേറ്റിനെതിരായി നിൽക്കുക, എന്നിട്ട് രഹസ്യമായിട്ട് കോർപ്പറേറ്റുമായി ധാരണ ഉണ്ടാക്കുക. ഞാൻ ഓരോ ആളുകളെ തുറന്നു പറയാം. എത്ര മന്ത്രിമാരുടെ മക്കളാണ് ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ അടിമപ്പണി ചെയ്യുന്നത്? പിണറായി വിജയൻ മകള് വീണ, ആ വീണ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി പോയത് എവിടെയാ? കർണാടകയിലാ. എന്താ പിണറായി വിജയന് പറയായിരുന്നില്ലേ, മോളെ നമ്മുടെ കേരളം, പലപ്പോഴും പറയാറുണ്ടല്ലോ കേരളം കേരളം എന്ന് പറഞ്ഞ് ഗർജിക്കാറുണ്ടല്ലോ. നമ്മുടെ ഈ കേരളത്തിൽ എന്തേ ഒരു കമ്പനി തുടങ്ങിയില്ല? ഒരു കമ്പനി തുടങ്ങാനുള്ള സാഹചര്യമോ, ഒരു കമ്പനി തുടങ്ങിയാൽ അത് വിജയിപ്പിക്കാനുള്ള സാഹചര്യമോ ഒന്നും ഈ കേരളത്തിലില്ല എന്ന് പിണറായി വിജയൻ അറിയാം. പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് വായുവിന്റെ മൂക്കത്ത് മുദ്രാവാക്യം ഇൻകുലാബ് വിളിച്ചാൽ പോരാ, വല്ലതൊക്കെ ചെയ്യണം. ഒന്നും ചെയ്യില്ല. കോർപ്പറേറ്റിനെതിരെ തെറി വിളിച്ച് ആളുകളുടെ ഒരു നിഷേധാത്മക സപ്പോർട്ട് നേടുക എന്നതിനപ്പുറത്ത് കേരളത്തിൽ ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് അണികളെക്കാൾ കൂടുതൽ ബോധവാന്മാരായതുകൊണ്ട് ഇതിനധികം കാലം നിലനിൽക്കാനാവില്ല എന്ന് വളരെ കൃത്യമായി അവർക്ക് ബോധ്യമായി. അവര് ത്രിപുരയുടെയും ബംഗാളിന്റെയും പാഠം ഉൾക്കൊണ്ടു. ഇനി എന്താ ചെയ്യുക? അടുത്ത വഴി എന്ന് പറയുന്നത് കൂടാരം മാറുക എന്നുള്ളത് മാത്രമാണ്. ആ കൂടാരം മാറുന്നത് തെറ്റൊന്നുമല്ല. പിന്നെ BJP സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് കേട്ടു, BJP എന്ന് പറയുന്നത് ഇങ്ങനെ കൂട് തുറന്നു വെച്ച് ആരാച്ച വരൂ വരൂ വരൂ. അതേന്ന് ഞങ്ങളൊരു ചെറിയ പാർട്ടിയാ. ഞങ്ങൾക്കിവിടെ 140 നിയോജക മണ്ഡലത്തിലും ഞങ്ങൾക്ക് MLA മാരില്ല, 20 പാർലമെന്റ് സീറ്റിലും ഞങ്ങൾക്ക് MP മാരുമില്ല. അതുകൊണ്ട് നാളെ പിണറായി വിജയനെ BJPയിലേക്ക് കൊണ്ടുവന്ന് BJPയുടെ ബേസ് വർദ്ധിപ്പിക്കാൻ BJP ആലോചിച്ചാൽ ഞങ്ങൾ അതിന് ശ്രമിക്കും. അതിനെന്താ തെറ്റ്? BJPയിലുള്ള സകല ആളുകളെയും CPM കൊണ്ടുപോയിട്ട് ദേവസ്വം ബോർഡിന്റെ ചെയർമാനും മറ്റേ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നഖശിഖാന്തം കണ്ണൂരിലെ തെരുവീഥികളിൽ അതിശക്തമായ മുദ്രാവാക്യവും അതിശക്തമായ സമീപനവും എത്രയോ സഖാക്കന്മാരുടെ രക്തത്തിന് ഉത്തരവാദികമായിട്ടുള്ള ആളുകളെ നേരെ കൊണ്ടുപോയി ദേവസ്വം പ്രസിഡന്റ് ആക്കിയിട്ട് CPMന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ അണികളാക്കി, അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിയില്ലേ? രക്തസാക്ഷികളായ എത്രയോ ആളുകൾ അവരുടെ ആത്മാവ് പൊറുക്കോ? സ്വാശ്രയ കോളേജിനെതിരായിട്ട് സമരം നടത്തി 4-5 ആൾക്കാരെ വെടിവെച്ച് കൊന്ന് പുഷ്പനെ ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കടത്തിയിട്ട് നേരെ സ്വാശ്രയ കോളേജുമായി സംബന്ധിച്ച് സ്വാശ്രയ കോളേജ് കൊണ്ടുവന്ന് സ്വകാര്യ മാനേജ്മെന്റുമായി ബന്ധം സ്ഥാപിച്ച് സ്വകാര്യ മാനേജ്മെന്റിന് എല്ലാം ചെയ്തു കൊടുത്ത ഒരു പാർട്ടിയല്ലേ നിങ്ങൾ? ആ പാർട്ടിക്ക് തത്വമുണ്ടോ, തത്വചിന്തയുണ്ടോ, പ്രാക്ടിക്കലായിട്ടുള്ള നടപടിയുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആശയവുമില്ല, നിങ്ങൾക്ക് ആവേശവുമില്ല. നിങ്ങൾക്കുള്ളത് ആമാശയം മാത്രമേ. അതുകൊണ്ട് ആമാശയത്തിന് വേണ്ടി നിങ്ങൾ മകൾക്ക് മാസപ്പടി കൊടുക്കുന്നു, മകന് സൗകര്യമൊരുക്കുന്നു, കുടുംബക്കാർക്ക് വിദേശയാത്ര നടത്തുന്നു, പാല് കിട്ടാൻ വേണ്ടിയിട്ട് തൊഴുത്തു വെക്കുന്നു, പുറമേക്ക് ചാണകം പശു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വീട്ടില് ചാണകത്തോപ്പിൽ കിടന്ന് പിണറായിയുടെ ഭാര്യ കമല മെഴുകുകയാണ്. നമ്മളൊക്കെ ചാണകത്തിൽ ചവിട്ടരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ചാണകത്തിൽ കുളിക്കുക, ഒരു വിരോധവുമില്ല. 10 പൈസ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനില്ലാതെ തെരുവീതികളിലെ വൃദ്ധന്മാരും എല്ലാം തെരുവീതിയിൽ അലയുമ്പോ ധൂർത്തടിക്കുക, ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട്, കോടികൾ ചെലവാക്കിയിട്ട് ധൂർത്തടിക്കുക. അപ്പൊ ഈ പ്രസ്ഥാനത്തിന് അധികകാലം നിലനിൽക്കാനാവില്ല എന്ന ബോധ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പലരെയും സമീപിക്കും. ആരെ സമീപിച്ചാലും ശരി, ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ എല്ലാവരെയും സമീപിക്കും. നാളെ പിണറായി വിജയനെ കൊണ്ടുവരണമെങ്കിൽ അത് ഞങ്ങൾ കൊണ്ടുവരും. സീതാറാം യെച്ചൂരിയെയും പ്രകാശ് കാരാട്ടിനെയും കൊണ്ടുവരണമെങ്കിൽ അതിനും ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങളൊരു പാർട്ടിയാണ് ചങ്ങാതി, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾക്കൊരു വിഷമമില്ല. അങ്ങനെ ബംഗാളിൽ സഹകാല CPMകാരും BJPയിലല്ലേ? അവിടെ BJP ഓഫീസ് ഒരു ഭാഗത്ത് പച്ചയും കൂടി അടിച്ചപ്പോ BJP ഓഫീസായി. അങ്ങനെ ത്രിപുരയിലും ബംഗാളിലും എല്ലാം മാറാമെങ്കിൽ കേരളത്തിൽ മാറിക്കൂടെ? എന്റെ ചോദ്യം, ഒരു ഭാഗത്ത് വലിയ ചർച്ച, കോൺഗ്രസ്സുകാരെ അയ്യോ എന്തൊരു ചർച്ചയാ, ഞങ്ങൾ അനങ്ങൂല, ഞങ്ങൾ പിടിക്കൂല, ഞങ്ങൾ തൊടില്ല, ഞങ്ങൾ മാറ്റി നിർത്തും, ഞങ്ങൾ BJPക്കാരെ കാണില്ല, കണ്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പൊ കണ്ടു, കേട്ടു, ഒരുമിച്ചിരുന്നു, ചായ കുടിച്ചു,
ഇന്നല്ലെങ്കിൽ നാളെ വരാമെന്ന് പറഞ്ഞ് ഏർപ്പാടും ഉണ്ടാക്കി. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു മുങ്ങുന്ന കപ്പലാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തത്വവുമില്ല, തത്വചിന്തയുമില്ല, ആമാശയത്തിന്റെ പാർട്ടിയാണ്. അതുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ മാറുമ്പോൾ വെറുതെ വന്നിരുന്നിട്ട് ഈ ഒഴുക്കിനെതിരെ നീന്തുന്നവനെ പോലെ വെറുതെ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ രാഷ്ട്രീയ നിരീക്ഷകന്മാര് ഇവിടെ വന്നിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനടക്കം എന്നാണ് ദല്ലാളിനെ കാണുക എന്ന് മാത്രമേ നോക്കേണ്ടുള്ളൂ.